അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളെന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. ഇതുപോലെ ഒരുമിച്ച് കൂടാൻ സൗഭാഗ്യം തന്ന സർവേശ്വരനായ പടച്ച തമ്പുരാന് സർവ്വ സ്തുതികളും അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രിയമുള്ളവരെ, ഓരോ ദിവസങ്ങളും വ്യത്യസ്തങ്ങളായ അറിവുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്ന പരിശുദ്ധമായ സഫർ മാസത്തിലാണ്. ആ സഫർ മാസത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തെറ്റിദ്ധാരണകളുമെല്ലാം നിലനിൽക്കുന്ന ഒരു മാസമാണെന്നും അതൊക്കെ വെറും അബദ്ധങ്ങളാണ് എന്നുമൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. എന്നാൽ സന്ദർഭോചിതമായി നമുക്കുണ്ടാകുന്ന ചില സംശയങ്ങൾക്ക് മറുപടിയാണ് എന്ന് നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ച് എന്തുകൊണ്ടും ഈ സഫർ മാസത്തിൽ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി തീർത്തും ഉചിതമാണ്, നമുക്ക് വല്ലാത്ത ഉപകാരപ്രദമാകുമെന്ന് ഉറപ്പാണ് എന്ന വിശ്വാസത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ചില സംശയങ്ങൾക്ക് മറുപടി, കമന്റിൽ വന്ന ചില സംശയങ്ങൾക്ക് മറുപടി നമ്മൾ പറയുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമത്തത്, പലരും നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, വീടിന്റെ വാതിൽപ്പടിയിൽ ഇരിക്കാമോ ഇല്ലേ എന്നുള്ളത്. ഇതിന്റെ വാതിൽപ്പടി എന്ന് പറഞ്ഞാൽ കട്ടളയില്ലേ, കട്ടള എന്നൊക്കെ പറയും, ആ തടിയുണ്ട് ഉണ്ടാക്കിയത്, അതിനകത്ത് ഇരിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, അത് മറുപടി, അത് അന്ധവിശ്വാസമല്ല, അത് അനാചാരമല്ല. വാതിൽപ്പടിയിൽ ഇരിക്കൽ ദാരിദ്ര്യം വിളിച്ചു വരുത്തുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. മറ്റൊരു സംശയമാണ്, രണ്ടാമത്തെ മറ്റൊരു സംശയം, ഉസ്താദേ, ഈ സന്ധ്യ സമയം, അതായത് മഗ്‌രിബോട് അടുത്ത സമയത്തും മഗ്‌രിബിന്റെ സമയത്തും ഈ കുഞ്ഞുമക്കൾ, ഗർഭിണികൾ, ഇവരാരും മഗ്‌രിബോട് അടുത്ത സമയത്തൊന്നും പുറത്തു പോകാൻ പറയുന്നത് ശരിയല്ലല്ലോ, പുറത്തു പോകരുത് എന്ന് പറയുന്നുണ്ടല്ലോ, അതിലെന്തെങ്കിലും വിശ്വാസമുണ്ട്? ആരെങ്കിലും വെറുതെ പറഞ്ഞതാണോ? അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നാണ്. അതിന് മറുപടി, അത് സത്യമാണ്. ആ സമയം പിശാച് ഇറങ്ങി നടക്കുന്ന സമയമാണ്, പുറത്തിറങ്ങാൻ പാടില്ല. ഇനി എന്തെങ്കിലും അത്യാവശ്യത്തിന് ആ സമയത്ത് പുറത്തിറങ്ങണമെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖെന്നോ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ എന്നൊക്കെ ചൊല്ലണം. മാത്രമല്ല, വാതിൽ സന്ധ്യയായാൽ അടച്ചിടണം. മഗ്‌രിബിന്റെ സമയമായാൽ ജനലുകൾ, നമ്മൾ പകലിപ്പോൾ കാറ്റ് കിട്ടാനും റൂമിലുള്ള ചില ദുർഗന്ധങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് പോകാനൊക്കെ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ജനൽ തുറന്നിടാറുണ്ട്. പകല് വാതിൽ നമ്മൾ തുറന്നിടാറുണ്ട്, മുന്നിലത്തെ വാതിൽ നമ്മൾ തുറന്നിടുമല്ലോ. സന്ധ്യയായാൽ മഗ്‌രിബോടടുത്ത സമയമായാൽ ഒരു 6:30-ക്കാണ് ബാങ്ക്, 6:40-നാണ് ബാങ്കെങ്കിൽ ഒരു 6:30 മണിയാകുമ്പോഴേ ഫ്രണ്ട് വാതിലങ്ങ് അടച്ചേക്കുക, ജനലൊക്കെ അടച്ചേക്കുക. ഇത് ശപിക്കപ്പെട്ടവനായ പിശാച് അകത്ത് കയറാതിരിക്കാൻ ഒരു തടസ്സമാണ് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുപോലെയാണ് മറ്റൊരു സംശയം, നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ബാങ്ക് കേട്ടു. ഞാൻ നിസ്കാരം നിർത്തണോ പൂർത്തിയാക്കണോ എന്ന് പറഞ്ഞാൽ, ളുഹർ നമസ്കാരം യാത്രയായിരുന്നു, നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ അസ്റിന്റെ ബാങ്ക് വിളിച്ചു. ആ നിസ്കാരം അവിടെ നിർത്തണോ അതല്ല പൂർത്തിയാക്കണോ? അത് പൂർത്തിയാക്കണം. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ബാങ്ക് വിളിച്ചു, ഇനിയിപ്പോ എന്താ, അങ്ങനെയൊന്നുമില്ല, ആ നിസ്കാരം നമ്മൾ പൂർത്തിയാക്കണം. അതോടൊപ്പം മറ്റൊരു കാര്യമാണ്, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ സലാം പറഞ്ഞു. അത് മടക്കണോ വേണ്ടേ എന്നുള്ളതാണ്. അവിടെ ആ ഉത്തരം പറയുന്നതിന് മുമ്പ് മറ്റൊരു മറുപടി, ഭക്ഷണം കഴിക്കുമ്പോൾ സലാം പറയാൻ പാടില്ല. ഇനി ഒരാൾ സലാം പറഞ്ഞാൽ വായിൽ ഭക്ഷണം ഇരുന്നാൽ സലാം അടക്കണ്ട, അത് കഴിച്ചിറക്കിയിട്ട് മടക്കിയാൽ മതി. അല്ല എങ്കിൽ മടക്കൽ സുന്നത്തുണ്ട്, പ്രശ്നമില്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു സംശയമാണ്, ഉസ്താദേ, നായ ഓരിയിടും, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ബാങ്ക് വിളിക്കുമ്പോഴാണ് കൂടുതൽ. അത് സത്യമാണ്, നായ ഓരിയിടുന്നത് അത് പിശാചിനെ കാണുമ്പോഴാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നോ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖെന്നോ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്നോ മഹാരഥന്മാർ, മറ്റു ചില പണ്ഡിതന്മാർ ആയത്തുൽ കുർസി പാരായണം ചില പ്രത്യേകം സുന്നത്തുണ്ട് എന്നുമൊക്കെ നമുക്ക് കാണാം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇനി അതോടൊപ്പം മറ്റൊന്നാണ്, ഉളു എടുക്കുമ്പോൾ സലാം പറയാമോ? പറയാൻ പ്രശ്നമില്ല. അതുപോലെ രാത്രിയിൽ കണ്ണാടി നോക്കാമോ? രാത്രിയിൽ കണ്ണാടി നോക്കാമെന്നുള്ളത് നല്ലതല്ല. അത് പതിവാക്കിയ, രാത്രി കണ്ണാടി നോക്കൽ പതിവാക്കിയാൽ മുഖത്ത് ചില പാടുകളും മുഖത്ത് ചില കുരുകളും വരുമെന്നാണ് മഹാരഥന്മാർ പഠിപ്പിക്കുക. നമ്മുടെ മുഖത്കുരു വരുന്നത് എന്താ കാരണം? രാത്രി കണ്ണാടി നോക്കാൻ പാടില്ല.
രാത്രി നമ്മൾ കണ്ണാടിലൊക്കെ പോ റെഡിയായിട്ട് എവിടെ പോകാൻ കണ്ണാടി നോക്കേണ്ട കാര്യമില്ല. അപ്രതീക്ഷിതമായി ഒന്ന് എവിടെയെങ്കിലും അത്യാവശ്യത്തിന് എന്തോ സംഭവിച്ചപ്പോൾ നോക്കാൻ പ്രശ്നമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രാത്രി കണ്ണാടി നോക്കാനെന്ന നീയത്തിൽ മാത്രം കണ്ണാട മുമ്പിൽ പോയി നിൽക്കാൻ പാടില്ല. അതുപോലെ മറ്റൊരു സംശയമാണ് ഉസ്താദേ, കൂമൻ മൂങ്ങിയാൽ ഈ കൂവിയാൽ മരണം കേൾക്കും, അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ സഫർ മാസത്തിൽ പറഞ്ഞു. അങ്ങനെ കുറെ സംശയങ്ങൾ പറയാൻ കാരണം അങ്ങനെ കേൾക്കുന്നത് കൊണ്ട് അങ്ങനെ മരണം കേൾക്കാം, അത് കൂകിയാൽ അതിന്റെ കൂവല് കേട്ടാൽ മൂങ്ങ കൂകിയാൽ മരിക്കും, അങ്ങനെയൊന്നുമില്ല. അവന്റെ ആയുസ് തീർന്നു, അള്ള വിളിച്ചു. ചില ആളുകൾ മരിക്കുമ്പോൾ ചില പോസ്റ്ററുകളാണ് അകാലത്തിൽ പൊലിഞ്ഞു. ഇവിടെയാണ് അകാലത്തിൽ പൊലിഞ്ഞത്. ഓനല്ല അത്രയും ആയുസ് കൊടുത്തിട്ടുള്ളൂ, അതിൽ അകാലമൊന്നുമില്ല. അല്ല അവൻ അത്രയും ആയുസ് കൊടുത്തിട്ടുള്ളൂ, അവന് അകാലം എന്നില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു സംശയമാണ് ഭാര്യയുടെ പേരിനോടൊപ്പം ഭർത്താവിന്റെ പേര് ചേർക്കാമോ? ഉദാഹരണത്തിന് ഫാത്തിമ, ഭർത്താവിന്റെ പേര് റഷീദ് എന്ന് വെക്കുക. അപ്പൊ എന്താ ഫാത്തിമ റഷീദ് വെക്കാൻ പറ്റുമോ? അങ്ങനെ വെക്കാൻ പറ്റുമോ? അങ്ങനെ എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ പ്രത്യേകിച്ച് വെക്കൽ കൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാര്യങ്ങളുമില്ല. വാപ്പയുടെ പേര് വെക്കലാണ് നല്ലത്. വാപ്പയുടെ പേര് വെക്കലാണ് നല്ലത്. കാരണം എന്തേ? നാളെ അള്ളാന്റെ കോടതിയിൽ വാപ്പാന്റെ പേരിനോട് ചേർത്താ വിളിക്കണേന്നാണ്. ഭർത്താവിന്റെ പേര് വെച്ചുകൊണ്ട് പ്രശ്നമില്ല. ഭർത്താക്കന്മാർ പ്രശ്നം ഉണ്ടാക്കണ്ട. വെച്ചത് കൊണ്ട് പ്രശ്നമില്ല, വെക്കുന്നത് കൊണ്ടും പ്രശ്നമില്ല. നല്ലത് വാപ്പാന്റെ പേരിനോട് പറയപ്പെടുന്നതാണ്. അബൂബക്കർ, ഫാത്തിമ അബൂബക്കർ, അതങ്ങനെ ഇരിക്കട്ടെ. കല്യാണം കഴിഞ്ഞാലും അങ്ങനെ ഇരിക്കട്ടെ, അത് മതി, അതാണ് നല്ലത്. അതോടൊപ്പം തന്നെ മാലയുടെ ലോക്കറ്റ്, ചില നാട്ടിൽ താലി എന്നൊക്കെ പറയും, ലോക്കറ്റ്, അതിന് ഭർത്താവിന്റെ പേര് വെക്കാമോ? അതിനിപ്പോ എന്താ പ്രശ്നം? വെച്ചോളി, അത് നിങ്ങളിഷ്ടമല്ലേ. ഓനിട്ടിരുന്ന മഹറല്ലേ, അതവിടെ കിടന്നോട്ടെ. ഓന്റെ പേരോ ഓന്റെ ഉമ്മയുടെ പേരോ വാപ്പ ആരെ പേരായിക്കോട്ടെ, അതവിടെ കിടന്നോട്ടെ. അതിൽ പ്രശ്നം ദീനല്ല, നിയമങ്ങളൊന്നുമില്ല. നിയമവശങ്ങൾ ദീൻ പാടുണ്ട് പാടില്ല എന്നൊന്നുമില്ല. താലിയെ പറയണില്ലല്ലോ, ലോക്കറ്റ് തന്നെ പറയണില്ലല്ലോ. ഒരു മഹർ കൊടുക്കുക, ആ സ്വർണം തന്നെ ആവണമെന്നൊന്നുമില്ലല്ലോ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ പൊട്ടിയ കണ്ണാടി നോക്കാൻ പറ്റുമോ? അതുപോലെ പൊട്ടിയ ചീർപ്പ് കൊണ്ട് തല ചീകാമോ എന്നുള്ളതാണ്. അത് ഒഴിവാക്കണം, ദാരിദ്ര്യം ഉണ്ടാക്കും. നമ്മുടെ കണ്ണാടി പൊട്ടിയിട്ടുണ്ടെങ്കിൽ മാറ്റി പുതിയ കണ്ണാടി വെക്കണം. ചീർപ്പ്, പൊട്ടിയ ചീർപ്പ്, കുറെ പല്ലൊക്കെ പോയിട്ടുണ്ട്, അത് വീണ്ടും ഇട്ട് ഇങ്ങനെ ചെയ്യണം. ചില ആളുകളുടെ, നമ്മുടെ സഹോദരങ്ങളെ ഭർത്താക്കന്മാരെ ചീപ്പ് കയ്യിൽ ഇങ്ങനെ കയറ്റുന്ന ചീപ്പുണ്ട്. 5 രൂപയാണ് ചീപ്പ്, പോക്കറ്റ് ടിപ്പിലുണ്ടാവും. ഒന്ന് എടുത്ത് നോക്കണം. സുബ്ഹാനല്ലാഹ്, മലക്ക് പോയിട്ട് ഇബ്ലീസ് പോലും പിന്നെ അതിലേക്ക് വരില്ല. ആ രീതിയിലാണ് അതിന്റെ അഴുക്കിരിക്കുന്നത്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ആ പൊട്ടിയ ചീപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഇറങ്ങാം. എവിടെയെങ്കിലും പോകാൻ ഒരാൾ മോനെ പുറകിന്ന് വിളിക്കല്ലേ, ഇനി പോയിട്ട് കാര്യമില്ല. അങ്ങനെ വിളിക്കാമോ? വിളിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? വിളിച്ചാൽ വിളിയേക്കണം, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ പുറകിന്ന് വിളിക്കുന്നത് കൊണ്ട് പോകുന്ന കാര്യങ്ങൾ തടസ്സപ്പെടും. അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല. അതുപോലെ തന്നെ രാത്രി മുടി ചീകാമോ? രാത്രി മുടി ചീകാമോ? ചീകാം, പ്രശ്നമില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു മുടിയുള്ളവൻ ആദരിച്ചു കൊള്ളട്ടെ എന്നാണ്. നിബിധങ്ങളെ മുടി വല്ലാതെ ശ്രദ്ധിക്കുമായിരുന്നു. രാത്രി മുടി ചീകുന്നത് കൊണ്ട് പ്രശ്നമില്ല. അതുപോലെ ഉള്ളിത്തൊലി കത്തിക്കാമോ? ഉള്ളിത്തൊലി കത്തിക്കാൻ പാടില്ല. ഉള്ളിത്തൊലി കത്തിക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ദാരിദ്ര്യം വരുന്നതാണ്. അതുപോലെ തന്നെ ജനിച്ചാൽ നാള് നോക്കണം. ജനിച്ചാൽ ഇന്നിപ്പോ മിക്ക സോഷ്യൽ മീഡിയകളിലും AI അസ്ട്രോളജി തരംഗമായി കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. AI അസ്ട്രോളജി, നമ്മുടെ പേരും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ നമ്മുടെ നാളോ പറഞ്ഞാൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽ വരും. അങ്ങനെ കുറച്ച് AI സംവിധാനങ്ങൾ. ഇനി അറിയാത്തവർ പരതാ നിൽക്കണ്ട കേട്ടോ. നോക്കിയവരോട് ഞാൻ പറയാം, ഇസ്ലാമിൽ തനിച്ച ഹറാമാണ്. ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തെ എന്താണ്? നന്മയും തിന്മയും റബ്ബിൽ നിന്ന് വരുന്നതാണ്. നമുക്ക് വിധിച്ച് നമുക്ക് വരിക തന്നെ ചെയ്യും. നമുക്ക് വരാനല്ലേ നമുക്ക് വരൂല്ല. അതാണ് വിശ്വാസിയുടെ പോളിസി. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. അതുപോലെ തന്നെ കണി കാണുക. മലയാള മാസം 1-ാം തീയതി. ഇന്ന് ഓനെയാണ് കണി കണ്ട. ഈ മാസം മൊത്തം അവലാക്കിന്റെ അവലും കഞ്ഞി തന്നെ റബ്ബേ. രാവിലെ എണീറ്റ് ഒരാളെ കാണുമ്പോ ഇന്നും ഈ ശൈത്താനെ തന്നെ റബ്ബെ കണ്ടത്. നമുക്കെന്താ? അങ്ങനെയൊന്നുമില്ല. മൻ സ്വല്ല സുബഹ ഫഹുവ ഫി ദിമ്മത്തില്ല. ഒരാൾ സുബഹി നിസ്കരിച്ച അവൻ അള്ളാന്റെ ഉത്തരവാദിത്തത്തിലാണ്. അല്ലെ കണിയുമില്ല, ഒരു കൊണിയുമില്ല, ഒരു രാശിയില്ല, ഒരു കണിയാനുമില്ല. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതുപോലെ നമ്മൾ പോകുമ്പോൾ പൂച്ച വട്ടം ചാടി. പണ്ടൊക്കെ നമുക്ക് അറിവില്ലാത്ത സമയത്ത്, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ പൂച്ച ഇങ്ങനെ കുറുകെ ചാടും.
ഞങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഇങ്ങനെ പൂച്ച ഇങ്ങനെ കുറുകെ ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മളെന്ത് ചെയ്യും? ഓ ഇന്ന് പോയ സാറിനെ നടിയിട്ടോടാ. നമ്മളെന്ത് ചെയ്യും? ഒരു 4 ചുവട് 7 ചുവട് 10 ചുവട് പുറകിലേക്ക് നടക്കും. എന്നിട്ട് വീണ്ടും അങ്ങനെയൊന്നുമില്ല. പൂച്ച വട്ടം ചാടിയ പൂച്ചയ്ക്ക് എന്തോ അത്യാവശ്യമുണ്ട്, പൂച്ച പോട്ടെ എന്ന് വിചാരിക്കണം. നമുക്കൊരു അത്യാവശ്യം, നമുക്കൊരു പ്രശ്നമില്ല, പ്രത്യേകം മനസ്സിലാക്കുക. അതോടൊപ്പം നഖം മുറിച്ചാൽ കഴുകാതെ ചൊറിയാൻ പാടില്ല. അങ്ങനെയുണ്ട്, ഉണ്ട്. അത് നഖം വെട്ടി, നമ്മൾ നഖം വെട്ടൽ സുന്നത്താണ്. നഖം വെട്ടിയിട്ട് കൈ കഴുകാതെ ചൊറിഞ്ഞാൽ സോറിയാസിസ് എന്ന് പറയുന്ന രോഗം, ഇന്നത്തെ ഭാഷയിൽ സോറിയാസിസ് എന്ന് പറയുന്ന രോഗം വരാൻ സാധ്യത കൂടുതലാണ് എന്ന് കാണാം. അതോടൊപ്പം തന്നെ മറ്റൊരു സംശയമാണ്, കുട്ടികളെ കണ്ണാടി കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? കുഞ്ഞുങ്ങളെ കണ്ണാടി കാണിക്കാൻ പാടില്ല. ചില ആളുകൾ എന്നെ കണ്ണാടിയിൽ കുഞ്ഞുങ്ങളെ കാണിക്കല്ലേ എന്ന് പറയണേക്കാം. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഇസ്ലാമിൽ അങ്ങനെയില്ല. പിന്നെ അത് പറയാനൊരു കാരണം, കുട്ടികൾക്ക് ഈ രൂപങ്ങൾ കാണുമ്പോഴേ അവരെ കോലമാണല്ലോ, എന്നാലും അവരിങ്ങനെ കണ്ണാടി നോക്കുമ്പോൾ എന്തെങ്കിലും പേടിച്ചാലോ എന്ന് ഭയന്നിട്ട് മുൻഗാമികൾ പറഞ്ഞു വെച്ചതാ. കുറെ ഉമ്മാമ്മമാരും കുറെ ഉപ്പാപ്പന്മാരും ദീനന്റെ നിയമം പറയാം. അവര് പറയും നെയ്യപ്പം ചുടുമ്പോൾ അങ്ങനെ ചുട്ട ആൺകുട്ടി പെൺകുട്ടി, ഇങ്ങനെ കേട്ടില്ലേ? പല കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നത് അതൊക്കെ വെറുതെയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അതുപോലെ രാത്രി നഖം വെട്ടാമോ? രാത്രി നഖം വെട്ടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നഖം വെട്ടുന്നതുകൊണ്ട് പ്രശ്നമില്ല. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അതുപോലെ രാത്രി തയ്ക്കാമോ? തയ്യൽ തുന്നൽ ചെയ്യാമോ? പ്രശ്നമില്ല. ആയിഷാ ബീബി മുടി വസ്ത്രം നെയ്തുകൊണ്ടിരുന്നപ്പോഴല്ലേ നിബിധങ്ങൾ വന്നത്. സൂചി നിലത്ത് പോയി നിബിധങ്ങളെ വെട്ടം കണ്ട് സൂചി കണ്ടത് ആയിഷാ ബീബി രാത്രിയല്ലേ നെയ്തത്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം. പ്രധാനപ്പെട്ട 1-2 സഫറുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ എന്ന് പറഞ്ഞതാണ്. വരും ക്ലാസുകൾ ബാക്കി സംശയങ്ങളൊക്കെ നിവാരണം ചെയ്യാം. അള്ളാഹു ഭാഗ്യം തരട്ടെ. കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വലിയ തൗഫീഖ് നസീബാക്കി തന്ന ഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെ നല്ല നല്ല വീഡിയോകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. അള്ളാഹ് സ്വീകരിക്കട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചരിത്രങ്ങൾ കേൾക്കാൻ ഇൻഷാ അള്ളാഹ് ബദറിൻ തീരം ചരിത്ര കഥകൾ എന്ന മനോഹരമായ ഒരു തലക്കെട്ടിലൂടെ ഒരു ചാനൽ നമുക്കുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻഗാമികളുടെ ചരിത്രങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ചാനലാണ്. അതോടൊപ്പം ബദറിൻ തീരം ആത്മീയ മജ്‌ലിസ് 3ന്റെ ലിങ്ക് താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയത്തുകൾ കാണുന്നുണ്ട്, മറുപടി തരുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹ് കബൂലാക്കട്ടെ. നിങ്ങളുടെ ദുആരക്കിൻ ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.